സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ രണ്ടാം വർഷവും മത്സരിച്ച ഇനങ്ങളിൽ നേട്ടം കൊയ്ത് കെ മഹിപാൽ. കാഞ്ഞങ്ങാട് ദുർഗ HSS 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മഹിപാലിന് സംഗീത സംവിധായകനാകണമെന്നതാണ് സ്വപ്നം. തിയേറ്റർ ആർട്ടിസ്റ്റായ അമ്മ സൗമ്യയും അച്ഛൻ ദിവാകരനുമാണ് ഈ സ്വപ്നത്തിന് വലിയ പിന്തുണയുമായി ഒപ്പുള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുക എന്നുള്ളത് കാഞ്ഞങ്ങാട് സ്വദേശി മഹിപാലിൻ്റെ ഒരു പ്രത്യേകതയാണ്. മഹിപാൽ കഴിഞ്ഞ വർഷവും കേരള വിഷൻ ന്യൂസിൻ്റെ സ്റ്റുഡിയോയിലൊക്കെ വന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മിടുക്കനാണ്. ഇത്തവണയും മത്സരിച്ച ഇനങ്ങളെല്ലാം പൊന്നാക്കിയിട്ടുണ്ട് നമ്മുടെ മഹിപാൽ ഒപ്പമുണ്ട്. മഹിപാലെ കഴിഞ്ഞ വർഷം കേരള വിഷൻ ന്യൂസിൻ്റെ അവിടെ സ്റ്റുഡിയോയിൽ വന്ന് ഗംഭീര പ്രകടനമൊക്കെ കാഴ്ചവെച്ച ആളാണ് അല്ലേ? ഇത്തവണ ഏതൊക്കെ ഇനത്തിലാണ് മോനെ മത്സരിച്ചത്? ഇത്തവണ അഷ്ടപതി, ഉറുദു പദ്യം, പിന്നെ സംസ്കൃത സംഗാനം, പിന്നെ ഉറുദു സംഗാനം. എല്ലാത്തിലും എ ഗ്രേഡ് ഉണ്ട്. ഇതിൽ 3 കഴിഞ്ഞു, 2 എ ഗ്രേഡ് ഉണ്ട്. 3ാമത്തെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് കാത്തിരിക്കുന്നു അല്ലേ? അങ്ങനെ അത് വരും എന്തായാലും. ഈ കഴിഞ്ഞ 3 വർഷം ഇങ്ങനെ മത്സരിച്ച ഇനങ്ങളിലൊക്കെ എ ഗ്രേഡ്. എന്താ ഗുട്ടൻസ് എന്താടാ? അങ്ങനെയൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്യും. എന്താ ആഗ്രഹം? എന്താ ആഗ്രഹം? ഒരു മ്യൂസിക് ഡയറക്ടർ. ഭാവിയിൽ നമ്മളൊരു M ജയചന്ദ്രൻ, ആരെ ഇഷ്ടം, അല്ലെങ്കിൽ ഷാൻ, പിന്നെ അങ്ങനെയുള്ള പോലെ ആരെ ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആരാ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. അതൊരു സേഫ് സോൺ അടിച്ചാണ് അങ്ങനെയാണോ? അങ്ങനെയൊന്നും പറയില്ല, എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരുടെ പാട്ടുകളും ഇഷ്ടമാണ്. പിന്നെ ഇത്തവണ ആരൊക്കെയാ കൂടെ വന്നിട്ടുള്ളത്? ഇത്തവണ അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ പോയി, അമ്മയുണ്ട്. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അവരെന്ത് ചെയ്യുന്നു? അച്ഛൻ്റെ പേര് ദിവാകരൻ, അമ്മേൻ്റെ പേര് സൗമ്യ. അമ്മ ഇപ്പോൾ ഡാറ്റ എൻട്രി ആണ് വാട്ടർ അതോറിറ്റിയിൽ. പിന്നെ അച്ഛൻ മെഡിക്കൽ റെപ്പാണ്. ഇതിലാരാ കലാരംഗത്തുള്ളത്? അമ്മ. എന്താ അമ്മ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അമ്മയുണ്ടല്ലേ? അമ്മ വരുന്നുണ്ട്. ഓക്കെ, അമ്മ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാട്ടായാലോ? എന്താ പാട്ട്? ഉറുദു പദ്യം. गाज़े की याद आती है, जाती नहीं कभी. गाज़े की याद आती है, जाती नहीं कभी. ताज़ा है खबर के, ताज़ा है खबर के, मरे जाते हैं सभी. साजिश से मर रहे हैं बेचारे अब यहाँ. साजिश से मर रहे हैं बेचारे अब यहाँ. भूख और प्यास ने उन्हें, भूख और प्यास ने उन्हें मारे हैं अब यहाँ. गाज़े की याद आती है. എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല. എന്താ അർത്ഥം? അത് ഗാസേൻ്റെ കുറിച്ച് പാടുന്ന പലസ്തീനിലെ ഗാസയിലെ കുട്ടികൾക്കൊരു ഐക്യദാർഢ്യം അവതരിപ്പിച്ചുകൊണ്ടുള്ള അല്ലേ, അങ്ങനെ പറയാം. എന്താണ് സൗമ്യ, പിന്നെ നാടകമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഇപ്പം നാടകത്തിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ, അല്ല ഡാറ്റ എൻട്രിയിലാണ്? രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. അഭിനയം തകർക്കാണ്. ജീവിതത്തിൽ അഭിനയിക്കുന്നില്ല? അത്യാവശ്യം വേണ്ടടുത്ത് അഭിനയിക്കും. ഏതാ പുതിയ നാടകം? നാടകമായിട്ട് ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ 10 വർഷമായിട്ട് ഒരേ ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. പൂതപ്പായിട്ട് പൂതായിട്ട്. ആ പൂതം ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് 10ാം വർഷമൊക്കെ ആഘോഷിക്കണ്ടേ? എന്താ അപ്പം അമ്മയുടെ വഴിയിൽ തന്നെയാണ് മോനുള്ളത് അല്ലേ? അതെ അതെ. എന്തായാലും വലിയൊരു കലാകാരനാണ്. പിന്നെ കാഞ്ഞങ്ങാട് ദുർഗ HSS തന്നെയല്ലേ ഇപ്പോഴും പഠിക്കുന്നത്? അതെ അതെ. എത്രാം ക്ലാസ്? 10th. അപ്പം എന്തായാലും അല്ലേ, കാഞ്ഞങ്ങാട് ദുർഗ HSSലെ അധ്യാപകർ ഇതൊക്കെ കാണുമ്പോൾ ഭാവിയിൽ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഈ കിടക്കുന്നത് എന്ന് കരുതുക. അതായത് അമ്മയും കലാകാരിയാണ്, മകൻ കലാകാരനാണ്. ഇനിയും ഭാവിയിൽ വലിയൊരു സംഗീത സംവിധായകനായി തീരട്ടെ. എല്ലാ ആശംസകളും. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.